മീറ്റർ എവിടെ? ആ വാഴയുടെ ചോട്ടില്. വാഴയുടെ ചോട്ടില്? എന്താ വാഴയെന്ന് കേട്ടിട്ടില്ലേ? അല്ല, ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഈ മീറ്റർ നോക്കണേ? പൈപ്പ് തുറന്ന ഒരു തുള്ളി വെള്ളം വരൂല, പിന്നെ തുറന്നാലോ ഷൂന്ന്. നിങ്ങളുടെ ഷൂ കേൾക്കാല്ല ഞാൻ ഇവിടെ വന്നേ. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ്. മീറ്റർ എവിടെയെന്ന്? ബോർഡിൽ നിന്നാണോ? അതിനെന്തിനാ മീറ്റർ നോക്കണേ? ഒരു സംഖ്യ മനസ്സിൽ കണ്ടിട്ട് അതിനെ 3 കൊണ്ട് ഗുണിച്ചിങ് എഴുതി തരാനല്ലേ? അത് പോയി ചെയ്തോ. ഗുണിക്കണോ കൂട്ടണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പെമ്പറെന്ന് പറയാൻ മീറ്റർ എവിടെ? ആ തെക്കേ മുറിയുടെ പടിഞ്ഞാററ്റത്തുണ്ട്. അതൊക്കെ എനിക്കറിയാം. കുറെ നാളായിട്ട് ഞാൻ തന്നെ ഈ ഏരിയയിൽ വരണത്. എങ്കിൽ പിന്നെ എന്തിനാ ചോദിക്കണം? പോയി അങ്ങ് നോക്കിയാ പോരെ. കാണാത്തോണ്ടാണ് ചോദിച്ചത്. ഇവരൊക്കെ വീട്ടിലൊക്കെ മീറ്ററിന്റെ റീഡിങ് എടുക്കാൻ വരണം. ഇവരൊക്കെ വായിരിക്കണം കേൾക്കാൻ വേണം. ഒരു ബഹുമാനം ഇല്ലാത്ത ആൾക്കാർ. ഹലോ, ഒന്നിങ്ങ് വന്നേ. ഞാനിപ്പോ വരുന്നില്ല. അറിയാവുന്ന പോലെ ഗുണിച്ചു വെച്ചിട്ട് പൊക്കോ. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഞാൻ അങ്ങ് സഹിച്ചു. ഇപ്പോഴത്തെ കാലം ഭയങ്കര മോശമാണേ. കള്ളനാണോ ദുഷ്ടനാണോ എന്നൊക്കെ ആർക്കറിയാം. ഇനി ഇയാള് ബോഡിയിൽ നിന്ന് തന്നെ വന്നതാണോ? അതെ, ഇവിടെ എന്താണ് ടൈൽസ് ഒട്ടിച്ചത്? അയ്യോ, സാറിന് ടൈൽസ് ഒട്ടിക്കണ പണി അറിയായിരുന്നോ? ഒരാൾക്ക് വേണ്ടി ഇവിടെ എത്ര അന്വേഷിച്ചെന്ന് അറിയാമോ? ഇവിടെ എന്നാണ് ടൈൽസ് ഒട്ടിച്ചതെന്നാണ് ചോദിച്ചത്. അത് മറ്റവർ ഒട്ടിച്ചതിന്റെ പിറ്റേ ആഴ്ച. മറ്റവരോ? ഇവിടെ നേരത്തെ താമസിച്ചിരുന്നവര്. അത് ശരി. അപ്പൊ അവരും ഒട്ടിച്ചല്ലേ? ഇമാതിരി മെഷീനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ അറിയിച്ചായിരുന്നു? അയ്യോ, അവിടെ അറിയിച്ച നല്ല വൃത്തിയായി ചെയ്തു തരുമായിരുന്നല്ലേ? അറിഞ്ഞില്ല. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ അനുസരിച്ചിട്ട് ഇതുപോലുള്ള കാര്യത്തിന് കറണ്ട് ഉപയോഗിക്കണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അയ്യോ, ഇനി ഒട്ടിക്കുമ്പോ സാറിന് അറിയിക്കാമേ. എന്തായാലും അറിയിക്കും. ബോർഡിന്റെ അനുവാദം കൂടാതെ കറണ്ട് അടിച്ചു മാറ്റിയതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് അപേക്ഷ എഴുതി കൊടുത്തിട്ട് ഫൈൻ അടയ്ക്കണം. ഫൈൻ. ആഹാ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച ടൈൽസ് അങ്ങ് എടുത്ത് പൊളിച്ചു കളയോ? ഒട്ടിക്കത്തുമില്ല, ഇളക്കത്തൊന്നുമില്ല. ഞങ്ങൾ മറ്റേ ആ ഫീസ് അങ്ങ് ഊരിയെടുക്കും. പിന്നെ നിങ്ങൾ ഇരുട്ടത്ത് കുത്തിയിരിക്കും. നിങ്ങൾ ജയിലിലും കിടക്കും. തൽക്കാലം 1860 രൂപ. 1860 രൂപയോ? നിങ്ങൾ ഗുണിച്ചത് തെറ്റിപ്പോയതായിരിക്കും. എന്നെ ഗുണനെ പട്ടിക നിങ്ങൾ പഠിപ്പിക്കല്ലേ, എനിക്കറിയാം. എന്നാ ശിഷ്ടം കൂട്ടി കാണൂല. ശിഷ്ടം കൂട്ടാനും കുറയ്ക്കാനൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒക്കെ ഇവിടെ വരും. നാട്ടുകാർ മുമ്പിൽ വെച്ച് ഫീസ് ഊരും, നിങ്ങളെ ഫൈനും അടയ്ക്കും. അയ്യോ സാറേ, ബോർഡിൽ അറിയിക്കരുത്. ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയും. 100-150 ഉലുവ അടച്ചുകൊണ്ടിരുന്ന ആൾ ഒറ്റയടിക്ക് 1800 രൂപ അടയ്ക്കുമ്പോൾ സംശയം വരില്ലേ? പിടിച്ചേ പറ്റൂ. പിന്നെ ഞാൻ ഒരു പരുവത്തിൽ പറഞ്ഞ് ഒപ്പിക്കാം. 1000 രൂപ ഇങ്ങോട്ട്. 1000 രൂപ ഇങ്ങോട്ട് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. 1000 രൂപയോ? അമ്പലത്തില് തിരുമേനിയെ കൊണ്ട് ഒരു രക്ഷ എഴുതി കെട്ടുന്നതിന് 51 രൂപയുള്ളൂ. അത് ചരട് ഇളി കെട്ടണല്ലേ. ഇത് ലൈൻ കമ്പി മേളിൽ കൂടെ വലിക്കണതാണ്. ശരി സാർ, ഈ മീനൊന്ന് നോക്കിക്കോണേ, ഞാൻ എടുത്തോണ്ട് വരാം. ആദ്യം തല കഴി. സാറ് ബോർഡിൽ അറിയിക്കരുത്. ആരെയൊക്കെ എങ്ങനെയൊക്കെ കാണുമെന്ന് പറഞ്ഞു തരും. ഒരു 20 കൊടുത്താൽ മതി. 20 രൂപ കൊടുത്താൽ മതിയോ? 20 രൂപയല്ല, 20,000. 10 × 2. 20,000 രൂപയോ? അതൊന്നും കുറച്ച് തരാൻ പറ്റൂലേ സാറേ? ഞങ്ങൾ ബോർഡുകാരാണ്. ഒരു യൂണിറ്റിന് ഇത്ര പൈസ എന്നതുപോലെ ഞങ്ങൾക്ക് മിനിമം റേറ്റ് ഉണ്ട്. പിന്നെ പേര് മാറ്റണം. പേരോ? പേര് മാറ്റാനൊന്നും പറ്റൂല. അതെ, ഈ കൺസ്യൂമർ നമ്പറിൽ കിടക്കുന്ന കോയയുടെ പേരാണ്, അല്ലെങ്കിൽ വേറെ ഫൈൻ വരും. അയ്യോ, എന്തിനാ ചിരിക്കുന്നേ? വെറുതെ